ഗായ്സ് വെൽക്കം ടു അച്ചൂസ് വേൾഡ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ജവ് മിഠായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തി മിഠായിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് കുറച്ച് 90s കിഡ്സിനൊക്കെ കൂടുതൽ അറിയായിരിക്കും. പിന്നെ ഈ 2011-12 വരെയുള്ളവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ആരൊക്കെ മിഠായി കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഇടണം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റൗ ഓണാക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മുടെ ആ സിറപ്പ് ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൈ കൊണ്ട് അത് എടുത്തിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി സ്റ്റിക്കി ഫീൽ വരും. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് കളർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂണോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഷുഗർ സിറപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ആദ്യം ഇച്ചിരി വെള്ളം പോലെ തോന്നും, പിന്നെ നമുക്ക് ഇതേപോലെ കുറുകിയ പരുവാകുന്നത് നന്നായി മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളകി വരുന്നൊരു ഫീൽ വരും. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് ഇച്ചിരി കൂടെ എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ എണ്ണ മിസ്സാവുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പിടിയും വലിയും നടത്തണം. അപ്പോൾ നമ്മുടെ സംഭവം ഇങ്ങനെ പതുക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ വലിക്കാൻ നല്ലോണം പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ആക്കി കൊടുക്കണം. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തണം. ഇതേപോലെ തന്നെ, എന്നാലേ നമുക്ക് ആ മയം കിട്ടത്തുള്ളൂ. ആദ്യം കുറച്ച് ലൂസൊക്കെ ആയിരിക്കും, പിന്നെ അതിന് ശേഷം അത് നമുക്ക് കുറച്ച് കട്ടിയായിട്ട് ഫീലാവും. നമ്മൾ ആദ്യം ഡാർക്കായിട്ടായിരിക്കും നമ്മുടെ കളർ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നുകൂടെ നമ്മളത് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കളർ ചേഞ്ച് കാണാൻ കഴിയും. അതായത് കളർ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് തോന്നും. ഇപ്പോൾ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ഈ ഒരു സംഭവം നമ്മൾ റെഡി ആയിട്ട് അപ്പോൾ ഗൈസ് നമുക്കിതിനെ ഒരു ചപ്പാത്തിക്കട്ടയിലേക്ക് ഇതേപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. സോ ഗായ്സ്, ഇവിടെ നമ്മുടെ ജവ് മിഠായി എന്ന് പറഞ്ഞാൽ പരുത്തി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ 90s കിഡ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ആണ്. സോ എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യണം. മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അത് ട്രൈ ചെയ്തിട്ട്. സോ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.